ഈ ചിത്രത്തിൽ കാണുന്നവരെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്ന സമിതിയിൽ 15 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ, അതായത് 5-1 പേർ മലയാളികളായിരുന്നു എന്നത് നാം ഓർത്തിരിക്കേണ്ട വസ്തുതയാണ്. ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നയാളാണ് ദാക്ഷായണി വേലായുധൻ, ഭരണഘടനയുടെ സമിതിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. പുലേ കുടുംബത്തിൽ ജനിച്ച് ജാതി വിവേചനത്തിന്റെ സകല അനുഭവങ്ങളും പേറിക്കൊണ്ട് സമിതിയിലേക്ക് പോയി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികളിൽ ഒരാളായ ഏക ദളിത് വനിത. മഹാനായ അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനുമൊക്കെ നടത്തിയ ഉജ്ജ്വല സമരങ്ങളിലൂടെ നേടിയെടുത്ത മേൽക്കുപ്പായമണിയുവാനുള്ള അവകാശം ആദ്യമായി പ്രയോഗിക്കുന്നത് ദാക്ഷായണിയായിരുന്നു. ആദ്യത്തെ ദളിത് ബിരുദധാരിയായിരുന്നു അവർ. പുലേരെ പോലുള്ളവർക്ക് അക്കാലത്ത് മാറ്റിവെച്ചിരുന്ന കാളി, ചക്കി തുടങ്ങിയ പേരുകൾക്ക് പകരം ദാക്ഷായണി എന്ന പാർവതി പര്യായ നാമകരണം നടത്താൻ കഴിഞ്ഞതിനും അവർ നിമിത്തമായി. പഠിക്കുന്ന കാലത്ത് പരീക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുവാൻ സവർണ അധ്യാപകർ വിസമ്മതിച്ചിട്ടുണ്ട്. നായർ സ്ത്രീകൾ അവരോട് വഴിമാറി നടക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ പോരാടിയാണ് അവർ ഭരണഘടനാ ശില്പികളിൽ ഒരാളായത്. ഏറ്റവും പ്രായം കുറഞ്ഞ ആ ദളിത് വനിത ഭരണഘടനാ രൂപീകരണ വേളയിൽ മിണ്ടാതിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ കരുതരുത്. അവരെക്കുറിച്ചുള്ള ഏക പരാതി അവർ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരുന്നു എന്നതായിരുന്നു. ഗംഭീരമായ പ്രസംഗങ്ങളാണ് ദാക്ഷായണി നിയമ നിർമ്മാണ വേദിയിൽ നടത്തിയത്. ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നയാളാണ് ആനി മസ്ക്രീൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായിരുന്ന ഇവർ CP രാമസ്വാമി അയ്യർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ധീര വനിതയായിരുന്നു. CPക്കെതിരെ അവർ നടത്തിയ പ്രസംഗങ്ങൾ പ്രസിദ്ധങ്ങളായിരുന്നു. ഇതിന്റെ പേരിൽ അവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചിട്ടുണ്ട് എന്നത് നാം മനസ്സിലാക്കണം. അവരുടെ വീട്ടിൽ CPയുടെ ഗുണ്ടകൾ അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. അന്നത്തെ ദേശീയ പത്രങ്ങളിൽ അവർ അനുഭവിച്ച യാതനകൾ വാർത്തകളായി വന്നിട്ടുമുണ്ട്. CPയുടെ അമേരിക്കൻ മോഡൽ ഭരണഘടനയെ നിഷിദ്ധമായി വിമർശിക്കുകയും പുന്നപ്ര വയലാർ സമരത്തിൽ 7000 പേർ രക്തസാക്ഷികളായി എന്നും പ്രസ്താവന ഇറക്കിയതിനും അവരെ ജയിലിൽ അടച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭാംഗമായ ആദ്യത്തെ മലയാളി വനിത കൂടിയാണ് ഇവർ. 1939-47 കാലത്ത് പിന്നെയും നിരവധി തവണ അവരെ ജയിലിൽ അടച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ കാണുന്നയാളാണ് അമ്മു സ്വാമിനാഥൻ, മുസോളിനി സരോബായുടെയും ക്യാപ്റ്റൻ ലക്ഷ്മിയുടെയും അമ്മ. പാലക്കാട് സവർണ കുടുംബത്തിൽ പിറന്ന ഇവർ മഹാനായ അംബേദ്കർ അവതരിപ്പിച്ചതും കോൺഗ്രസിനകത്തും പുറത്തുമുള്ള സംഘപരിവാരങ്ങൾ ഇല്ലാതാക്കിയതുമായ വിപ്ലവകരമായ ഹിന്ദു കോഡ് ബില്ലിനെ ശക്തമായി പിന്തുണച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ഇവർ. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചവരുടെ കൂട്ടത്തിൽ ഇവരുമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഭാഗമായി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച വ്യക്തിത്വം. ഇവരെയൊക്കെ ജീവിതകാലത്ത് ജ്വലിക്കുന്ന പന്തങ്ങളായിരുന്നു. അവർ നമുക്ക് മാതൃകകളാണ്. ഒരു കാര്യം കൂടി, സംഘപുത്രി സിനിമാ നടി ശോഭനയ്ക്ക് ഫാസിസ്റ്റ് സർക്കാർ പത്മഭൂഷൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ 3 സ്ത്രീകളിൽ ആനി മസ്ക്രീന് മാത്രമാണ് പത്മഭൂഷൺ ലഭിച്ചത്. 1963 അന്തരിച്ച അവർക്ക് അവാർഡ് നൽകിയത് 2000 മാത്രമാണ്. മറ്റ് 2 പേർക്കും ഒരു പത്മ അവാർഡ് പോലും കൊടുത്തിട്ടില്ല. സംഘപരിവാരങ്ങൾ ഈ ചരിത്രമൊക്കെ മായ്ച്ചു കളയും മുമ്പ് ഈ മഹതികളുടെ വീരചരിത്രം നാം നമ്മുടെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കണം.